ബെയിലി പാലത്തിനടുത്ത് ശ്രീകാന്ത് ഉണ്ട്. ശ്രീകാന്ത്, നമ്മുടെ ഇന്ത്യൻ ആർമി വളരെ അതിൻ്റെ മദ്രാസ് റെജിമെൻ്റാണ് ഈ കാര്യം ചെയ്തതെന്ന് മനസ്സിലാക്കുന്നു. നമുക്കാകെ വളരെ ആശ്വാസകരമായ അഭിമാനകരമായ ഒരു നിമിഷമായിരുന്നു ഇന്നലെ വൈകുന്നേരം ആ പാലം തുറന്നപ്പോൾ. മറ്റെന്ത് വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി കൈമാറാൻ ശ്രീകാന്തിന് കഴിയുന്നത്? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബെയിലി പാലത്തിന് മുകളിലാണ്. അതായത് മദ്രാസ് എഞ്ചിനീയറിംഗ് റെജിമെൻ്റാണ് ഈ ബെയിലി പാലം നിർമ്മിക്കുകയുണ്ടായത്. രാഹുൽ ഒരൽപ്പം ഫ്രണ്ടിലേക്ക് വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ബെയിലി പാലത്തിൻ്റെ ദൃശ്യങ്ങൾ കുറച്ച് കൂടുതലായി ഇതിന് മുകളിലേക്ക് കയറി നിന്ന് ഈ ബെയിലി പാലത്തിൻ്റെ കരുത്ത്, അതിൻ്റെ ഉള്ളുറപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്കതിലൂടെ കാണാൻ സാധിക്കും. ആ ദൃശ്യങ്ങളിലേക്ക് രാഹുൽ ഒന്ന് ക്യാമറ ചലിപ്പിച്ചാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഓരോരുത്തരെയായി ഇവിടേക്ക് സൈന്യം പേര് വിവരങ്ങൾ എഴുതിയെടുത്ത ശേഷം കടത്തിവിടുന്നതാണ്. അത് രക്ഷാദൗത്യ സംഘമുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്, പോലീസുണ്ട്, മറ്റ് ഒട്ടനവധി ആളുകളെ ഇപ്പോൾ ഈ ഭാഗത്തേക്ക്, ഈ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗത്തേക്ക് കടത്തിവിടുകയാണ്. രാഹുൽ, ആ ഭാഗത്തേക്കൊന്ന് കാണിക്കൂ. എസ് ഈ ബെയിലി പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഉരുൾപൊട്ടലിൻ്റെ ഭീകരത കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ആ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ നാമാവശേഷമായ ഇവിടുത്തെ സ്കൂള്, ചൂരൽമല സ്കൂള് കാണാം. ആ ഉരുൾ പൊട്ടി അടർന്നു വന്ന ആ മലമേടാണ്, ആ മലമുകളാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. രാഹുൽ, ആ ദൃശ്യം ഒന്ന് വ്യക്തതയോടെ കാണിച്ചാൽ, ആ വലിയ മലമുകളിൽ നിന്നാണ് അതീവ ശക്തിയോടെ ഉരുൾ പൊട്ടി ഒഴുകി താഴേക്ക് ഒലിച്ചെത്തിയത്. അതിൻ്റെ ആഘാതം, അത് ഏൽപ്പിച്ച നഷ്ടങ്ങൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ തീരില്ല. അതായത് ഒട്ടനവധി ആളുകൾ മരിക്കുന്ന സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ പുഞ്ചിരിമട്ടത്തും അതോടൊപ്പം മുണ്ടക്കയും കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശോധന നടക്കുന്നത്. പക്ഷേ കിട്ടുന്ന വിവരമനുസരിച്ച് മനുഷ്യ സാന്നിധ്യം അവിടുത്തെ മണ്ണിനടിയിൽ കാര്യമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് ഇന്നലെ അവിടെ തെർമൽ ഇമേജിംഗ് അടക്കം, റഡാർ പരിശോധന അടക്കം നടത്തിയ ആളുകൾ പറഞ്ഞത്. അത് ഒരു ഏജൻസി, കൊച്ചി ആസ്ഥാനമായ ഒരു ഏജൻസി ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന് വേണ്ടി നടത്തിയതാണ്. അവർ പറയുന്നത് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗങ്ങളിൽ മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യം ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം കൂടി ഈ പ്രദേശത്തൊരു പരിശോധന നടത്തും. ആ ഭാഗത്ത് കണ്ടില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം എസ്, ഒന്നുകിൽ ആ സ്ഥലത്തു നിന്നും ഉരുൾപൊട്ടലിൽ മൃതദേഹങ്ങൾ ഒഴുകി ചൂരൽമല ഭാഗത്തേക്ക് വന്നിട്ടുണ്ടാകും. ഇവിടുത്തെ അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണിനും ചെളിക്കും അടിയിൽ പരിശോധിക്കേണ്ടി വരും. അതുമല്ലെങ്കിൽ നേരെ സൂചിപ്പാറ വെള്ളച്ചാട്ടമൊക്കെ ആ ഭാഗത്തേക്കും പോകാനാണ് സാധ്യത. എന്തായാലും ഇന്ന് 6 മേഖലകളായി തിരിച്ചുള്ള പരിശോധനയിൽ നിർണായകമായ പരിശോധന നടക്കുന്നത് മുണ്ടക്കയിലും അതോടൊപ്പം പുഞ്ചിരിമട്ടത്തുമാണ്.